പട്ടാപ്പകൽ നടുറോട്ടിൽ ഗുണ്ടാവിളയാട്ടം. കുടുംബ കലഹത്തെ തുടർന്ന് മരുമകളെ വെട്ടിക്കൊന്ന ഭർത്തൃമാതാവ്. ജസ്ന തിരോധാന കേസിൽ പുതിയ വഴിത്തിരിവ്. ഈ വാരം കേരളം കണ്ട കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുകയാണ് നമ്മൾ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രൈം വാച്ചിലേക്ക്. കരുനാഗപ്പള്ളി പുതിയകാവിൽ പട്ടാപ്പകൽ നടന്ന അതിക്രൂര കൊലപാതകത്തിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് മനുഷ്യ മനസാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത്. ക്രൂരത വിനോദമാക്കിയ കൊടും കുറ്റവാളിയുടെ കഥയിലേക്കും റിപ്പോർട്ടിലേക്കുമാണ് ഇനി നമ്മൾ പോകുന്നത്. നടു റോഡിലാണ് അലുവ അതുൽ എന്ന കൊലക്കേസ് പ്രതി കൊല്ലപ്പെട്ടത്. ജാമ്യത്തിലിറങ്ങിയ അതുൽ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിട്ട് മടങ്ങവെയാണ് എതിർ സംഘം പിന്തുടർന്നെത്തിയത്. പകൽ വെളിച്ചത്തിൽ മാസ്ക് പോലുമില്ലാതെയായിരുന്നു ബ്ലാക്ക് വിഷ്ണുവിന്റെയും സംഘത്തിന്റെയും ആക്രമണം. കരുനാഗപ്പള്ളി പുതിയകാവിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ സർവീസ് റോഡിൽ വെച്ച് വെറും 1.5 മിനിറ്റിലാണ് അതുലിനെ അക്രമി സംഘം വെട്ടിയത്. ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്ത കാർ കൊണ്ട് തട്ടി റോഡിലെ കുഴിയിലേക്കിട്ടു. പിന്നാലെ ചാടിയിറങ്ങി അതുലിനെ വലിച്ചു പുറത്തിട്ട ശേഷം ക്രൂരമായി വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ട അതുലിന് ചോര കാണുന്നതായിരുന്നു ലഹരിയെന്നാണ് ഗുണ്ടാ സംഘങ്ങൾ വെളിപ്പെടുത്തുന്നത്. എതിരാളികളെ ആക്രമിക്കുമ്പോൾ കൂടമാണ് അതുൽ ഉപയോഗിച്ചു വന്നിരുന്നത്. മദ്യപിക്കുകയോ പുകവലിക്കുകയോ മറ്റു ലഹരി ഉപയോഗങ്ങളോ ഇല്ലാത്ത അതുലിനെ മനുഷ്യരക്തമാണ് ലഹരി പിടിപ്പിച്ചിരുന്നതെന്നാണ് മുൻ സംഘാംഗങ്ങൾ പറയുന്നത്. വിവിധ സ്റ്റേഷനുകളിലായി 25ലേറെ കേസുകളിൽ അതിൽ പ്രതിയാണ്. 3 വട്ടം കാപ്പ കേസിൽ അറസ്റ്റിലുമായിട്ടുണ്ട്. ഒടുവിൽ കാറിനുള്ളിലിട്ട് വിഷ്ണുവും സംഘവും വെട്ടിയതോടെ കൊല്ലരുത് പറഞ്ഞു തീർക്കാമെന്നായിരുന്നു അതുലിന്റെ വാക്കുകൾ. പക്ഷെ വിഷ്ണുവും സംഘവും അത് ചെവികൊണ്ടില്ല. ജിം സന്തോഷിന്റെ മരണത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ മാരകമായി വെട്ടിക്കൊല്ലുകയായിരുന്നു. ആളുകളോട് ക്രൂരമായി പെരുമാറുന്ന പ്രത്യേക സൈക്കോ രീതിയായിരുന്നു അതുലിന്. ഹൽവ ഏറെ ഇഷ്ടമായതിനാൽ എപ്പോഴും ഹൽവ കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു. അങ്ങനെ അലുവ അതുൽ എന്ന പേർ വീണു. പിന്നീട് ഗുണ്ടകൾക്കിടയിൽ ഈ പേര് സുപരിചിതമായി. എതിർ സംഘത്തിലെ ആളുകളെ ആക്രമിക്കുമ്പോൾ ചുറ്റികയ്ക്ക് കാൽമുട്ട് അടിച്ചു തകർക്കുന്നതാണ് അതുലിന്റെ രീതി. പിന്നീട് എഴുന്നേറ്റ് നടക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. ജിം സന്തോഷ് സുഹൃത്തായിരുന്ന ഓച്ചിറ സ്വദേശിയുമായി പിണങ്ങിയതോടെയാണ് ഇയാളുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് സന്തോഷിനെ കൊലപ്പെടുത്തിയതെന്നാണ് അതുൽ പോലീസിനോട് പറഞ്ഞത്. കഴിഞ്ഞ വർഷം മാർച്ച് 27 പുലർച്ചെയാണ് അതുലും സംഘവും പടനായർ കുളങ്കര വടക്ക് കെട്ടിശ്ശേരിയിൽ കിഴക്കതിൽ വീട്ടിൽ എസ് സന്തോഷ് കുമാർ എന്ന 45 വയസ്സുള്ള ജിം സന്തോഷിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. പുലർച്ചെ വടിവാളും കമ്പിപ്പാരയും ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘം ആദ്യം സന്തോഷിന്റെ മാതാവ് ഓമന കിടന്ന മുറിയുടെ കതക് വെട്ടിപ്പൊളിച്ച് ഉള്ളിൽ കടന്നു. ആ മുറിയിൽ സന്തോഷ് ഇല്ലെന്നറിഞ്ഞതോടെ സംഘം തൊട്ടടുത്ത മുറിയുടെ കതക് തകർത്ത് അകത്തുകയറി സന്തോഷിനെ ആക്രമിക്കുകയായിരുന്നു. അതേസമയം അലുവ അതുലിന്റെ കൊലപാതകത്തിലുണ്ടായത് പോലീസിന് ഗുരുതര വീഴ്ചയാണ്. അലുവ അതുലിനെ ആക്രമിക്കുമെന്ന് മുൻകൂട്ടി ഇന്റലിജൻസ് വിവരം ലഭിച്ചിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഒരാഴ്ച മുൻപാണ് ജാമ്യത്തിലിറങ്ങിയാൽ അലുവ അതുലിനെ കടത്തൂർ ടീം ആക്രമിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയത്. ഇരു സംഘങ്ങളും തമ്മിൽ തുടർച്ചയായി സംഘർഷമുണ്ടാകുമെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ കരുനാഗപ്പള്ളി പോലീസ് ഈ നിർദ്ദേശം അവഗണിക്കുകയായിരുന്നു. സി മലയാളം ന്യൂസ്, കൊല്ലം. കേരളം ഈ വാരം കണ്ട ഞെട്ടിക്കുന്ന വാർത്തയാണ് കുടുംബ കലഹത്തെ തുടർന്ന് മരുമകളെ ഭർത്തൃമാതാവ് വെട്ടിക്കൊന്നു എന്നത്. കരുളായി പള്ളിക്കുന്ന് സ്വദേശി രജില എന്ന 28-കാരിയാണ് കൊല്ലപ്പെട്ടത്. മലപ്പുറം കരുളായി കുറ്റമ്പാറയിലാണ് അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് പിന്നിൽ നിസ്സാരമായ വാക്കുതർക്കമെന്നതുകൂടി നാടിനെ ഞെട്ടിച്ചു. ഈ മാസം 16-നാണ് കേസിനാസ്പദമായ സംഭവം. രാവിലെ ഭർത്തൃമാതാവായ ശാന്തയ്ക്ക് ഇൻസുലിൻ എടുത്തതിന് പിന്നാലെ ചെറിയ വിറയിൽ അനുഭവപ്പെട്ടു. തുടർന്ന് ചായ തയ്യാറാക്കുന്നതിനായി അടുപ്പിൽ ചായപാത്രം വെച്ചു. ഇതിനിടെ മരുമകളായ റിജില ചായപാത്രം അടുപ്പിൽ നിന്ന് മാറ്റി. ഇതോടെ വാക്കുതർക്കമുണ്ടായി. വാക്കുതർക്കം ബഹളത്തിലേക്ക് മാറിയതോടെ ശാന്ത കയ്യിൽ കിട്ടിയ കത്തി ഉപയോഗിച്ച് റിജിലയെ വെട്ടുകയായിരുന്നു. നിലവിളി കേട്ട സമീപവാസികൾ ഓടിയെത്തിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന റിജിലയെയാണ്. ഗുരുതരമായി പരിക്കേറ്റ റിജില സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. പിന്നാലെ പോലീസ് എത്തി ശാന്തയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സി മലയാളം ന്യൂസ്, മലപ്പുറം. ക്രൈം വാച്ചിൽ ഇനി നമ്മൾ പോകുന്നത് ജസ്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനത്തിൽ വീണ്ടും CBI അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെ അന്വേഷണം അവസാനിപ്പിച്ച കേസിലാണ് CBIയുടെ നിർണായക നടപടി.
മാർച്ച് 22 പത്തനംതിട്ട കൊല്ലമുളയിലെ കുന്നത്ത് വീടിന് ഒരിക്കലും മറക്കാനാകാത്ത ദിവസമാണ്. ആ വീട്ടിലെ എല്ലാമായിരുന്ന ജസ്ന മരിയ ജെയിംസ് എന്ന 19കാരി എങ്ങോട്ടെന്നില്ലാതെ നഷ്ടപ്പെട്ടു പോയ ദിനം. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരിക്കെയാണ് ജസ്നയെ കാണാതാകുന്നത്. പുതിയ വിവരങ്ങൾ പ്രകാരം ജസ്ന തിരോധാന കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച CBI പുനരന്വേഷണത്തിന് വീണ്ടും തുടക്കമിടുകയാണ്. നടപടിക്രമങ്ങളുടെ ഭാഗമായി എരുമേലി ഗസ്റ്റ് ഹൗസിൽ ഓഫീസ് തുറന്നു. അന്വേഷണ സംഘമെത്തി. പുതിയ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ CBI അന്വേഷണം പുനരാരംഭിക്കുന്നത് എന്നതിൽ വൈകാതെ വ്യക്തത വന്നേക്കും. പിതൃ സഹോദരിയുടെ മുണ്ടക്കയത്തെ വീട്ടിലേക്കെന്ന പേരിൽ പുറപ്പെട്ട ജസ്നയെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി വൈകിയും ബന്ധുവീട്ടിലെത്താത്ത ജസ്നയെ അച്ഛനും ബന്ധുക്കളും തിരയാൻ ആരംഭിച്ചു. മകളെ കാണാതെ പരിഭവിച്ചു നിന്ന ആ കുടുംബം അന്നു തന്നെ എരുമേലി പോലീസ് സ്റ്റേഷനിലും അടുത്ത ദിവസം വെച്ചുച്ചിറ സ്റ്റേഷനിലും പരാതി നൽകി. എരുമേലി വരെ ജസ്ന സ്വകാര്യ ബസ്സിൽ എത്തിയതായി മൊഴികളുണ്ട്. എന്നാൽ അവിടെ നിന്ന് പിന്നീട് എങ്ങോട്ട് പോയി എന്നതിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഫോൺ ജസ്നയുടെ പക്കലില്ലായിരുന്നു. ഈ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും തെളിവൊന്നും ലഭിച്ചതുമില്ല. ഇതിനിടയിൽ പലയിടത്തായി പെൺകുട്ടിയെ കണ്ടെന്നുള്ള ഊഹാപോഹങ്ങളും പ്രചരിച്ചു. ബംഗളൂരു മെട്രോയിലും റെയിൽവേ സ്റ്റേഷനിലും വരെ കണ്ടതായി സന്ദേശങ്ങളും എത്തി. പല സ്ഥലങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. സംഭവ ദിവസം ജസ്നയെ ഫോണിൽ വിളിച്ച ആൺസുഹൃത്തിനും കാര്യമായ വിവരങ്ങളൊന്നും പോലീസിന് കൈമാറാൻ കഴിഞ്ഞതുമില്ല. കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി 2024 തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI റിപ്പോർട്ട് നൽകിയിരുന്നു. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അതിനാൽ കേസ് അവസാനിപ്പിക്കാൻ അനുവദിക്കണമെന്നും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു. കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ തുടരന്വേഷണം നടത്താമെന്നുമാണ് അന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ CBI ഓഫീസ് തുടങ്ങിയ അന്വേഷണം വീണ്ടും പുനരാരംഭിക്കുന്നതിലൂടെ ജസ്നയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് കുടുംബത്തിനുള്ളത്. എങ്കിലും ജസ്ന പോയത് എവിടേക്കായിരിക്കും? എന്തു സംഭവിച്ചിരിക്കും? കുടുംബത്തിന്റെ കാത്തിരിപ്പിന് അവസാനമാകുമോ? വീണ്ടും അന്വേഷണം നടത്തുന്ന CBI സംഘത്തിന് നിർണായക തുമ്പുണ്ടാക്കാൻ കഴിയുമോ? ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. 10 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇരിക്കൂർ കുഞ്ഞാമിന കൊലക്കേസ് പ്രതികൾ പിടിയിലായി. ന്യൂഡൽഹി സ്വദേശികളായ പർവീൺ ബാനു, മകൾ സക്കീന ഫാത്തിമ എന്നിവരെ മധ്യപ്രദേശിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. കേരളം വിട്ട് വിവിധ സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞ ഇവരെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പോലീസ് കണ്ടെത്തിയത്. എന്താണ് കുഞ്ഞാമന കൊലക്കേസ്? പരിശോധിക്കാം. ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സിദ്ദിഖ് നഗർ എന്ന സ്ഥലത്ത് താമസിക്കുകയായിരുന്ന മെരഡൻ കുഞ്ഞാമിന എന്ന 60കാരിയാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാനായിരുന്നു ഈ അതിക്രൂര കൊലപാതകം. ന്യൂഡൽഹി നാംഗ്ലോയ് സ്വദേശി പർവീൺ ബാനു എന്ന 55കാരി, മകൾ സക്കീന ഫാത്തിമ എന്ന 32കാരി എന്നിവരായിരുന്നു കൃത്യത്തിന് പിന്നിൽ. 2016 ഏപ്രിൽ 30-നാണ് സംഭവം. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ മകൻ ഉമ്മർ വീട്ടിൽ ഉമ്മ കുഞ്ഞാമിനെ കണ്ടില്ല. തുടർന്ന് സമീപവാസികളുടെ സഹായത്തോടെ നടത്തിയ തെരച്ചിലിൽ ക്വാർട്ടേഴ്സിനുള്ളിൽ കണ്ടെത്തിയത് ഉമ്മയുടെ മൃതദേഹം. വയറിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി 19 കുറ്റനിലയിലായിരുന്നു മൃതദേഹം. മാലയും കമ്മലും ഉൾപ്പെടെ കുഞ്ഞാമന ധരിച്ചിരുന്ന 10 പവനോളം സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. ഇവരുടെ ക്വാർട്ടേഴ്സിൽ 1 മാസം മുൻപ് വാടകയ്ക്ക് താമസിക്കാനെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളായ 3 സംഘം സംഭവ ദിവസം രാവിലെ ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞ് പോയിരുന്നു. പ്രതികൾ വസ്ത്രവ്യാപാരികൾ എന്ന് പറഞ്ഞാണ് ഇവിടെ എത്തിയതും കുഞ്ഞാമിനയുമായി സൗഹൃദത്തിലായതും. അതിനാൽ തുടക്കം മുതൽക്കേ പോലീസ് അന്വേഷണം ഇവരെ കേന്ദ്രീകരിച്ചാണ് പുരോഗമിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകം നടന്നത് രാവിലെ 8-നും 9:30-നും ഇടയിലാണെന്ന് കൂടി സ്ഥിരീകരണം വന്നതോടെ പോലീസിന് വ്യക്തത ലഭിച്ചു. കൃത്യത്തിനു ശേഷം സംഘം മഹാരാഷ്ട്രയിലേക്കാണ് പോയതെന്ന് മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും വ്യക്തമായി. ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ പോലീസ് സ്റ്റേഷനിൽ സമാന കുറ്റകൃത്യം നടത്തിയ ശേഷം പ്രതികൾ അവിടെ നിന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങിയാണ് കേരളത്തിലെത്തിയത്. ഈ കേസിൽ പിടികൂടാതിരിക്കാൻ പ്രതികൾ സർവ്വവിധ മുൻകരുതലുകളും എടുത്തിരുന്നു. വ്യാജരേഖകൾ നൽകിയാണ് പ്രതികൾ ക്വാർട്ടേഴ്സിൽ വാടകയ്ക്കെടുത്തത്. സംഭവത്തിന് മുൻപ് തന്നെ ഫോൺ വിൽപ്പന നടത്തി. കർണാടക സ്വദേശിയായ ഒരാൾക്ക് സൗജന്യമായി വസ്ത്രം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സിം കാർഡുകൾ സംഘടിപ്പിച്ചു. ഒരു സ്ഥലത്തും സ്ഥിരമായി താമസിക്കാത്തതും ഇവരുടെ രീതിയായിരുന്നു. നേരത്തെ സൗമ്യ, രംഗംവാല, ഫരീദ, സുധ, സമീറ തുടങ്ങിയ വ്യാജ പേരുകളിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം, ഗുജറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങി 7 ഭാഷകളും ഇവർക്കറിയാം. 2016 രജിസ്റ്റർ ചെയ്ത കേസ് 2024 അന്തർ സംസ്ഥാന ബന്ധമുള്ള പ്രതികളെ പിടികൂടാൻ വേണ്ടിയിട്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. കണ്ണൂരിനെ കൂടാതെ കേരളത്തിലെ കാസർഗോഡ്, വയനാട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം എന്നീ ജില്ലകളിലും
തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലും മാറി മാറി താമസിച്ചാണ് ഇവർ വന്നിരുന്നത്. ഡൽഹിയിൽ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് സംഘത്തിനൊപ്പം പ്രവർത്തിക്കുന്നതിനിടെ പ്രതികളെ അന്വേഷിച്ച് പോലീസ് എത്തി. എന്നാൽ ഇവർ മധ്യപ്രദേശിലെ ഉജ്ജയിനിലേക്ക് കടന്നു. ഡൽഹിയിൽ നിന്ന് ലഭിച്ച ഒരു സിം കാർഡാണ് പിന്നീട് പ്രതികളിലേക്ക് എത്തിച്ചത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. അതിവിദഗ്ധമായി നടത്തിയ അന്വേഷണത്തിന് മധ്യപ്രദേശ് പോലീസിന്റെ സഹായവും ലഭിച്ചു. പർവീൺ ബാബുവിന്റെ മകനും കേസിൽ പ്രതിയാണ്. എന്നാൽ ഇയാളെ പിടികൂടാനായിട്ടില്ല. ഇയാൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. സ്ഥാപനത്തിലെ ശുചിമുറിയിൽ ഒളിക്യാമറ സ്ഥാപിച്ച് വനിതാ ജീവനക്കാരുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച പ്രിന്റിംഗ് പ്രസ് ഉടമയ്ക്കെതിരെ കേസെടുത്തു. ശ്രീകാര്യം ചേക്കാലമുക്കിൽ പ്രിന്റിംഗ് പ്രസ് നടത്തുന്ന രാഹുലിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് തെരച്ചിൽ നടത്തുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 11:30ഓടെയാണ് ശ്രീകാര്യം ചേക്കാലമുക്കിലെ അശോക പ്രിന്റേഴ്സിലെ ശുചിമുറിയിൽ ഒളിക്യാമറ കണ്ടെത്തിയത്. സ്ത്രീകളായ 2 സ്റ്റാഫുകളും അതിഥികളും ഉപയോഗിക്കുന്ന ശുചിമുറിയിലെ വേസ്റ്റ് ബിന്നിൽ ക്യാമറ ഒളിപ്പിച്ച നിലയിലായിരുന്നു. കണ്ടെത്തിയ ക്യാമറയുമായി പുറത്തിറങ്ങിയ യുവതിയിൽ നിന്ന് കടയുടമ രാഹുൽ അത് തട്ടിപ്പറിച്ചതായും പരാതിയുണ്ട്. സംഭവത്തിനിടെ വാക്കുതർക്കമുണ്ടായി. അതിനിടെ പ്രതി ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡ് ഊരിയെടുത്തെന്നും പരാതിയുണ്ട്. സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ലാപ്ടോപ്പും കൈക്കലാക്കി കടന്നുവെന്നാണ് പരാതിക്കാരുടെ ആരോപണം. തുടർന്ന് യുവതി നൽകിയ പരാതിയിൽ ശ്രീകാര്യം പോലീസ് കേസെടുത്തു. ഒളിവിൽ പോയ പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ഒത്തുതീർപ്പിനായി കടുത്ത സമ്മർദ്ദം പ്രതിയുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടാകുന്നുവെന്നും യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു. ജി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. അക്രമാസക്തരാകുന്ന പ്രതികളെയാണ് ഓരോ ദിനവും പോലീസ് സേന കൈകാര്യം ചെയ്യുന്നത്. അത്തരം സംഭവങ്ങൾ നേരിടുമ്പോൾ പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നതും പതിവാകുന്നു. പോത്തൻകോട് മദ്യപ സംഘത്തിന്റെ ആക്രമണത്തിൽ SIക്ക് ഗുരുതര പരിക്കേറ്റ സംഭവം അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ മാസം 14-നാണ് മദ്യപ സംഘത്തിന്റെ ആക്രമണത്തിൽ SIക്ക് പരിക്കേറ്റത്. പോത്തൻകോട് ബാറിൽ നിന്നും മദ്യപിച്ച് പുറത്തിറങ്ങിയ സംഘം റോഡിൽ പരസ്പരം ആക്രമണം നടത്തി. ഇതറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും തേക്കട സ്വദേശി ഹർഷാദ് ഒഴികെ ബാക്കി എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ഇയാളെ പിടികൂടുന്നതിനിടയിലാണ് SI വിപിന് പരിക്കേറ്റത്. അക്രമാസക്തനായിരുന്ന ഹർഷിദിനെ ജീപ്പിൽ കയറ്റുന്നതിനിടയിൽ SIയുടെ മുഖത്ത് ഇടിക്കുകയും കയ്യിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നാലെ കൂടുതൽ പോലീസ് എത്തിയാണ് ഇയാളെ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചത്. സിറ്റിയിലും റൂറലിലുമായി നിരവധി കേസുകളിൽ പ്രതിയാണ് ഹർഷദ്. ജി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഇക്കഴിഞ്ഞ ദിവസമാണ് എറണാകുളം കളമശ്ശേരിയിൽ മോഷണ ശ്രമത്തിനിടയിൽ 23-കാരിക്ക് ക്രൂരമായി പരിക്കേറ്റത്. കണ്ണൂർ സ്വദേശിനിയായ പെൺകുട്ടി ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലാണ് ആക്രമണത്തിന് ഇരയായത്. തലയിൽ തുണിയിട്ട് മൂടിയ ശേഷമായിരുന്നു ആക്രമണം. ഞാനിപ്പോൾ നിൽക്കുന്ന കളമശ്ശേരി പാലത്തിന് തൊട്ടടുത്താണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30-ഓടെ 23 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാകുന്നത്. മോഷണ ശ്രമത്തിനിടയിലാണ് മോഷ്ടാവിൽ നിന്നും അതിക്രൂരമായ ആക്രമണത്തിന് 23 വയസ്സുകാരിയായ കണ്ണൂർ സ്വദേശിനി ഇരയാകുന്നത്. സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ഞായറാഴ്ച സമയം ഒരു 8:30 ആയപ്പോൾ തൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പെൺകുട്ടി. ആ സമയത്ത് ഏറെ നേരമായി പെൺകുട്ടിയെ ഒരാൾ പിന്തുടരുന്നതായി പെൺകുട്ടിക്ക് സംശയമുണ്ടായിരുന്നു. ഈ പാലത്തിനടുത്തെത്തിയപ്പോൾ അയാൾ പെൺകുട്ടിക്ക് നേരെ കടന്നു വീഴുകയാണ്. തുടർന്ന് അയാളുടെ പക്കലുണ്ടായിരുന്ന ഒരു തുണി ഈ പെൺകുട്ടിക്ക് മുകളിലൂടെ ഇടുന്നു. തുടർന്ന് പെൺകുട്ടിയുടെ തലയ്ക്കും കഴുത്തിനുമടക്കം ഗുരുതരമായ ക്രൂരമായ മർദ്ദനം തന്നെ പെൺകുട്ടിക്ക് നേരെ ഇയാൾ അഴിച്ചുവിടുന്നു. നമ്മുടെ വാർഡില് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുട്ടിയാണ്. നമ്മുടെ കളമശ്ശേരിയില് മൗലവി സ്റ്റോഴ്സിൽ പാർട്ട് ടൈം ജോലിക്ക് വന്നിരിക്കുന്ന കുട്ടിയാണ്. കണ്ണൂർ സ്വദേശിനിയാണ്. ആ കുട്ടി 8:15 മണിയോടുകൂടി ഷോപ്പിൽ നിന്ന് നമ്മുടെ റെയിൽവേയുടെ അണ്ടർ പാസേജ് വഴി സെന്റ് ജോസഫ് പള്ളിയുടെ ആ ഭാഗത്തേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് കുട്ടീനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് കുട്ടി പറഞ്ഞത്. ഒരു ക്യാപ്പും ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട ഒരാൾ, ഒരു ബാഗൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അയാളെ പെട്ടെന്ന് ഒരു മുണ്ട് ആ കുട്ടിയുടെ തലവഴി ഇട്ടിട്ട് ആ കുട്ടീനെ സ്റ്റെപ്പിൽ വെച്ചിട്ട് ഒരുപാട് ആക്രമിച്ചു. ഒരു പില്ലർ ഉണ്ടായിരുന്നു. ആ പില്ലറിൽ
തൂണിലേക്കൊക്കെ തലയിടിച്ചു. പിന്നെ കുറെ കല്ലൊക്കെ വെച്ച് അതിന്റെ മേത്തും തലയിലൊക്കെ ഒരുപാട് പരിക്കേൽപ്പിച്ചു. തലയുടെ ബാക്ക് സൈഡൊക്കെ മുറിവുണ്ട്. തുടർന്ന് ഈ പെൺകുട്ടിയിൽ നിന്നും പെൺകുട്ടിയുടെ ആഭരണങ്ങളും അതോടൊപ്പം തന്നെ വില കൂടിയ ഐഫോണും കവർന്നിട്ട് ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. തുടർന്ന് പരിക്കേറ്റ പെൺകുട്ടി സമീപത്തുള്ള തനിക്കൊപ്പം ജോലി ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് ഓടിയെത്തുകയും തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവത്തെപ്പറ്റി പറയുകയും പിന്നെ ഈ പെൺകുട്ടിക്കൊപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരാണ് പെൺകുട്ടിയെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഈ ആക്രമണം നടന്നത് രാത്രിയേറെ വൈകിയൊന്നുമല്ല, സമയം രാത്രി 8:30 നമ്മുടെ പൊതുനിരത്തുകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെല്ലാം പരിപൂർണമായ സംരക്ഷണം ഉറപ്പാണ് എന്ന് അധികൃതരും സർക്കാരുമൊക്കെ ആവർത്തിച്ച് അവകാശപ്പെടുന്ന അതേ സാഹചര്യത്തിലാണ് കളമശ്ശേരി പോലെയുള്ള തിരക്കുള്ള ഒരു ടൗണിൽ രാത്രി കേവലം 8:30 സമയത്ത് ഒരു പെൺകുട്ടി ഇത്ര ക്രൂരമായ ഒരു ആക്രമണത്തിനും ഒരു മോഷണത്തിനും ഇരയാകേണ്ടി വരുന്നത്. ഈ പെൺകുട്ടിയുടെ അനുഭവം, അതായത് പെൺകുട്ടി നേരിട്ട അനുഭവത്തിൽ നിന്നും ഈ പെൺകുട്ടിക്ക് മാനസികമായ ഒരു ശക്തി ലഭിക്കാൻ തന്നെ ദിവസങ്ങളെടുത്തു എന്നൊരു കാര്യം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ പെൺകുട്ടി പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആശുപത്രി വിട്ടത്. ഇപ്പോഴും അപകടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിൻ്റെ ഭീതി പെൺകുട്ടിയിൽ നിന്നും മാറിയിട്ടില്ല എന്ന് പെൺകുട്ടിയുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ഏതായാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം, അവരുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം ഉറപ്പാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന സമൂഹത്തിൽ തന്നെയാണ് 23 വയസ്സുകാരി രാത്രി 8:30 സമയത്ത് അതിക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. കോട്ടയ്ക്കലിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ കുറ്റവാളിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഒതുക്കുങ്ങൽ പൊട്ടിക്കല്ല് സ്വദേശി അനസിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. മയക്കുമരുന്ന് അടിപിടി കേസുകളടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ കുറ്റവാളിയായ യുവാവിനെ കോട്ടയ്ക്കൽ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഒതുക്കുങ്ങൽ പൊട്ടിക്കല്ല് സ്വദേശി അനസിനെയാണ് കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അനസിനെതിരെ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ 2 മയക്കുമരുന്ന് കേസുകളും 2 NDPS കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്നാണ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ വെക്കാനുള്ള തീരുമാനമെടുത്തത്. മലപ്പുറം ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അനസിനെ അറസ്റ്റ് ചെയ്തു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്ത് മാറ്റി. സി മലയാളം ന്യൂസ്, മലപ്പുറം. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, അതേ തുടർന്ന് നടക്കുന്ന കൊലപാതകങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ നിത്യസംഭവങ്ങളാണ് കേരളത്തിൽ. സ്ഥിരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ, സാമൂഹ്യ വിരുദ്ധർ, മയക്കുമരുന്ന് മാഫിയകൾ, കൊള്ളസംഘങ്ങൾ എന്നിവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസിനും സർക്കാരിനും അധികാരം നൽകുന്ന നിയമമാണ് ഗുണ്ടാ നിയമം. പലപ്പോഴായി നമ്മൾ കേൾക്കാറുണ്ട് കാപ്പ നിയമം, കാപ്പ ചുമത്തി എന്നൊക്കെ. ശരിക്കും എന്താണ് കാപ്പ നിയമം? ആർക്കാണ് കാപ്പ ചുമത്തുന്നത്? നോക്കാം പ്രത്യേക സെഗ്മെന്റ് ജൂറിസ്. നമ്മൾ കാപ്പ നിയമത്തിനെ പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്താണെന്ന് കൂടി മനസ്സിലാക്കിയത്. അതായത് ഒരു നിയമത്തിൻ്റെ ഒരു ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഫോളോ ചെയ്യാതെ നമുക്കൊരു വ്യക്തിയുടെയും പേഴ്സണൽ ലിബർട്ടീനോ അല്ലെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലോ ഒരാളെ നമുക്ക് സബ്ജക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സബ്ജക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ളൊരു പ്രോസസ്സ് അണ്ടർഗോ ചെയ്യണം. ആ നിയമപരമായ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിനെ കർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരള സർക്കാർ ഈ കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ഈ നിയമപ്രകാരം ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് വിത്തിൻ ദി സ്റ്റേറ്റ് അതിനെങ്ങനെ കർബ് ചെയ്യാം എന്നുള്ളതിനുള്ള ഒരു മാർഗരേഖകൾ തരുന്നൊരു നിയമമാണ്. ഈ നിയമം അനുസരിച്ച് മെയിനായിട്ട് 2 തരമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് ഗുണ്ട, ഒന്ന് റൗഡി. ഗുണ്ട എന്ന് പറയുന്നത് നിർവചിച്ചിട്ടുണ്ട് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒഫൻസസിൽ പെടുന്ന ആൾക്കാരാണ് ഈ ഗുണ്ട എന്നുള്ള നിർവചനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വ്യാജവാറ്റ്, കുഴൽപ്പണം, ഡ്രഗ്സ്, ഭൂമാഫിയ, ഇതുപോലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള സൊസൈറ്റീനെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള പോലത്തെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഗുണ്ട എന്നുള്ളത് നിർവചനത്തിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റൗഡി എന്നൊരു നിർവചനം കൂടി തന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി IPC പ്രകാരം അല്ലെങ്കിൽ ഇപ്പോഴത്തെ BNS പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ, ലൈക്ക് മോഷണം, തെറ്റ്, മേർഡർ, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിക്കെതിരായിട്ടുള്ള, ഹ്യൂമൻ ബോഡിക്കെതിരായിട്ടുള്ള, സ്വത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരാണ് റൗഡി എന്നുള്ള നിർവചനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ തന്നെ കുറച്ചുകൂടി സീരിയസ് ക്ലാസിഫിക്കേഷനായിട്ട് നോൺ ഗുണ്ട, അതായത് അറിയപ്പെടുന്ന ഗുണ്ട, അല്ലെങ്കിൽ നോൺ റൗഡി അല്ലെങ്കിൽ അറിയപ്പെടുന്ന റൗഡി എന്നിങ്ങനെ 2 സീരിയസ് ക്ലാസിഫിക്കേഷനാണ് ഫർദറായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ നോൺ ഗുണ്ട എന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്ന നിർവചനത്തിനകത്ത് വരണമെങ്കിൽ ഒരു തവണയെങ്കിലും
ഇതുപോലുള്ള ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ കോടതി ശിക്ഷിക്കുകയോ അതല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിലാണ് നോൺ ഗുണ്ട ആയിട്ട് കണക്കാക്കുന്നത്. അതുപോലെ നോൺ റൗഡി, അതായത് അറിയപ്പെടുന്ന റൗഡി എന്നുള്ള നിർവചനത്തിൻ്റെ അകത്ത് വരുന്നത് 5 വർഷമോ അല്ലെങ്കിൽ അതിലധികമോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യത്തിൽ ഒരു തവണയെങ്കിലും കോടതി ശിക്ഷിക്കുകയോ അതല്ലെങ്കിൽ 1 മുതൽ 5 വരെ വർഷങ്ങൾ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ളതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ 3 വ്യത്യസ്ത സംഭവങ്ങൾ പോലീസ് അന്വേഷണത്തിൽ കുറ്റക്കാരാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരാണ് നമ്മൾ ഈ നോൺ റൗഡി അല്ലെങ്കിൽ അറിയപ്പെടുന്ന റൗഡി എന്നുള്ള നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി ഇവർക്കെതിരെ എന്ത് നടപടി എടുക്കാൻ പറ്റും? ഇപ്പോൾ ഒരാൾ ഒരു നോൺ ഗുണ്ട അല്ലെങ്കിൽ നോൺ റൗഡി എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു റിപ്പോർട്ട്, അതായത് SP ലെവലിൽ താഴെ ഇല്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടിന് മുകളിൽ ജില്ലാ ഭരണകൂടത്തിന് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അവരെ പ്രിവെൻറ്റീവ് ഡീറ്റൻഷൻ ഓർഡേഴ്സ് പാസ്സാക്കാം. അതായത് അവർ കരുതൽ തടങ്കലിൽ വയ്ക്കാം. ആ കരുതൽ തടങ്കലിൽ വയ്ക്കുന്നത് അല്ലാതെ റെസ്ട്രിക്റ്റീവ് ഓർഡേഴ്സും പാസ്സാക്കാം. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിലോട്ട് ഇവർ കടക്കരുത്, ഒരു ജില്ലയിലോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഏരിയയിൽ ഇവർ വരാതിരിക്കാനുള്ള റെസ്ട്രിക്റ്റീവ് ഓർഡേഴ്സും പാസ്സാക്കാം. അപ്പോൾ മെയിനായിട്ട് ഈ 2 രീതിയിലാണ് ഈ തരം കുറ്റവാളികളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അവർ നോൺ ഗുണ്ട അല്ലെങ്കിൽ നോൺ റൗഡി. ഈ 2 ആൾക്കാരെ ഒന്നില്ലെങ്കിൽ പ്രിവെൻറ്റീവ് ഡീറ്റൻഷൻ വഴി, കരുതൽ തടങ്കൽ വഴി അവരെ ജയിലിലടയ്ക്കുകയോ അതല്ലാതെങ്കിൽ റെസ്ട്രിക്റ്റീവ് ഓർഡേഴ്സ് വഴി അവരേതെങ്കിലും ഒരു മേഖലയിലേക്ക് കടക്കാതിരിക്കാനുള്ള ഉത്തരവുകൾ പാസ്സാക്കും. ഇപ്പോൾ എത്ര ദിവസം അവരങ്ങനെ കരുതൽ തടങ്കലിൽ വെക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം 6 മാസമാണ് ഈ കരുതൽ തടങ്കലിൽ വെക്കാൻ പറ്റിയ ഒരു കാലഘട്ടം. മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നതാണ്. അതിനുശേഷം വീണ്ടും അവരിതുപോലെ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാനും ആ പീരീഡ് എക്സ്റ്റെൻഡ് ആവും. അതുപോലെ റെസ്ട്രിക്റ്റീവ് ഓർഡേഴ്സും അതുപോലെ തന്നെയാണ്. 1 വർഷത്തേക്ക് റെസ്ട്രിക്റ്റീവ് ഓർഡേഴ്സ്, 1 വർഷത്തെ കാലാവധിക്ക് റെസ്ട്രിക്റ്റീവ് ഓർഡേഴ്സ് പാസ്സാക്കും. ഇങ്ങനെ ഒരു റെസ്ട്രിക്റ്റീവ് ഓർഡർ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ഡീറ്റൻഷൻ ഓർഡർ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിനുള്ള ഒരു ഗ്രീവൻസ് മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു അഡ്വൈസറി ബോർഡുണ്ട്. കാപ്പ നിയമത്തിൻ്റെ അടിയിൽ തന്നെ ഒരു അഡ്വൈസറി ബോർഡുണ്ട്. ഇങ്ങനെ പാസ്സാക്കുന്ന ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഈ സബ്ജക്റ്റ് റിവ്യൂ, ആ അഡ്വൈസറി ബോർഡിൻ്റെ റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിന് ഫൈനൽ ആവുള്ളൂ. അപ്പോൾ ആ റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ബോർഡിൻ്റെ റിവ്യൂവിൽ ഈ പറയുന്ന അഗ്രീവ്ഡ് പാർട്ടിക്കും പങ്കെടുക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ലീഗൽ റെപ്രസെൻറ്റേഷനിലൂടെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ക്ലാസിഫിക്കേഷൻ തെറ്റാണ് എന്നുള്ള രീതിയിൽ വാദിച്ചു കഴിഞ്ഞാൽ അതിൽ അഡ്വൈസറി ബോർഡ് ഇറങ്ങും. അതിൻ്റെ മുകളിൽ അഡ്വൈസറി ബോർഡിൻ്റെയും ഓർഡറിൻ്റെ മുകളിൽ ഹൈക്കോടതിയിൽ അവർക്ക് സമീപിക്കാവുന്നതാണ്. മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗുണ്ടകളുടെ ആക്ടിവിറ്റി തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള നിയമമാണ് കാപ്പ. അതിൽ ഗുണ്ട, റൗഡി എന്ന് 2 രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. അതിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അറിയപ്പെടുന്ന ഗുണ്ട അല്ലെങ്കിൽ അറിയപ്പെടുന്ന റൗഡി എന്നുള്ള കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർ കരുതൽ തടങ്കൽ വഴിയോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് ഓർഡേഴ്സ് വഴിയോ ആ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ജില്ലാ ഭരണകൂടത്തിന് എടുക്കാൻ സാധിക്കും. ഈ കാപ്പ പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന വേറെ വാക്കാണ് UAP അടിച്ചു തരും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് UAP എന്ന് പറഞ്ഞാൽ കാപ്പ പോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റീനെ ബാധിക്കുന്ന പോലെ അല്ലെങ്കിൽ നേഷനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വരുന്ന സമയത്ത് UAPയെ ചുമത്തിയിട്ട് ഇതേപോലുള്ള കരുതൽ തടങ്കലിൽ വെക്കാവുന്നതാണ്. ഇതിലിപ്പോൾ 6 മാസത്തിൻ്റെ സമയപരിധി ഇല്ലെങ്കിൽ UAPയിൽ അങ്ങനത്തെ സമയപരിധികളൊന്നും തന്നെ ഇല്ല. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് എത്ര കാലം വേണമെങ്കിലും കരുതൽ തടങ്കലിൽ വെക്കാൻ പറ്റും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.